മോനെ അങ്ങോട്ട് പോടാ. ഹലോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ബൊറൈൻസ് ആണ് കേട്ടോ. ബൊറൈൻസ് ബൊറൈൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, ബോറോൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ്. ബോറോൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ. ബൊറൈൻസിന്റെ ജനറൽ ഫോർമുലയാണ് BxHy. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ബോറോണും ഹൈഡ്രജൻ തമ്മിൽ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയില്ല. ആ ഒരു പ്രൊപ്പോർഷൻ മാറിക്കൊണ്ടിരിക്കും പല പല ബൊറൈൻസിനനുസരിച്ച്. ഓക്കെ. എല്ലാത്തിലും ബോറോണും ഹൈഡ്രജനും ചേർന്നിട്ടാണ് ആ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിന് ബൊറൈൻസ് എന്നുള്ള പേര് വന്നത്. ഇതിലെ പാരന്റൽ മെമ്പർ എന്ന് പറഞ്ഞാൽ BH3 ആണ്. ഓക്കെ. ബൊറൈൻ കേൾക്കുന്നില്ലേ? ഓക്കെ. ഇതിലെ പാരന്റൽ മെമ്പർ എന്ന് പറയുന്നത് BH3 ആണ്, ബൊറൈൻ. ഈ BH3 ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ മാത്രമേ എന്തുള്ളൂ, സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. മാത്രമല്ല അതൊക്കെ ഓർഡിനറി ടെമ്പറേച്ചറിൽ മാത്രമേ ഈ ബൊറൈൻസ് സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഈ BH3 എന്താ വെച്ചാൽ ഹയർ ടെമ്പറേച്ചറിൽ ഒട്ടും സ്റ്റേബിൾ അല്ല. സോ നമ്മൾ BH3 എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹയർ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്തിട്ട് പല പല പ്രൊപ്പോർഷനിൽ അസോസിയേറ്റ് ചെയ്തിട്ട് പല പല കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ആ കോമ്പൗണ്ട്സിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൊറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ബൊറൈൻസിന്റെ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഓൾ ബൊറൈൻസ് ആർ ഗ്യാസസ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. എല്ലാതും ഗ്യാസസ് ആണ്. ദേ ആർ നോട്ട് സ്റ്റേബിൾ ആൻഡ് റെഡിലി ഓക്സിഡൈസസ് വെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് എയർ. അത് ഒട്ടും സ്റ്റേബിൾ അല്ല. കാരണം BH3 അൺസ്റ്റേബിൾ ആകുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് ബൊറൈൻസ്. അത് ആക്ച്വലി ഒട്ടും ആ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് തന്നെ സ്റ്റേബിൾ അല്ല. അത് എപ്പോഴാണോ എയറിനായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് അത് അപ്പോൾ എന്തുണ്ടാവും, ഓക്സിഡൈസ് ചെയ്തിട്ട് വേറെ കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ഓക്കെ. They are called boranes because of the analogy with alkane. Alkane ഉണ്ടല്ലോ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ്, CH4 അതേപോലെ C2H8 അതൊക്കെ അല്ലേ. അതിനോടുള്ള ഒരു സിമിലാരിറ്റി കൊണ്ടാണ് ഇതിനെ ബൊറൈൻ എന്ന് വിളിക്കുന്നത്. അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ബൊറൈൻ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ അത്രയേ ഉള്ളൂ ബൊറൈൻസിന്റെ. നമുക്ക് നേരിട്ട് ബൊറൈൻസിന്റെ നോമൻക്ലേച്ചർക്ക് പോവാം. ഹലോ മിസ്, ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ ഒന്ന് പറയുവോ? ഓക്കെ 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 പറയാം, ഒരു മിനിറ്റ്. ഓക്കെ മിസ്. ബൊറൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? ബോറോൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ്. അത് ക്ലിയർ ആയി മിസ്. ആ ഗേഷ്യസ് സ്റ്റേറ്റ് ആ ഒരു പോർഷൻ ആണ് ഡൗട്ട് വന്നത്. എല്ലാ ബോറോൺസും എന്താ പറയാ, ഏതെന്നാണ് വരുന്നത്? ബോറൈൻസിന്റെ പാരന്റൽ മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? BH3 ആണ്. ഓക്കെ. BH3 ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുമ്പോൾ BH3 അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അത് എന്താവും, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല പ്രൊപ്പോർഷനിൽ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് ബൊറൈൻസ്. പല പല ബൊറൈൻസ് ഉണ്ടാവും. BH3 ആണോ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത്? അത് BH3 എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ഓർഡിനറി ടെമ്പറേച്ചറിൽ അതിന്റെ സ്റ്റേറ്റ് പറയൂലേ, സോളിഡ് ആണ്, ലിക്വിഡ് ആണ്, ഗ്യാസ് ആണെന്നൊക്കെ. എല്ലാ ബൊറൈൻസും നോർമൽ സ്റ്റേറ്റിൽ എന്താണ്, ഗ്യാസസ് ആണ്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് ഈ ഹയർ ബൊറൈൻസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. BH3 എന്ന് പറഞ്ഞതാണ് നമ്മളെ ബേസിക് ആദ്യത്തെ മെമ്പർ ഈ ഒരു ഇതില്. BH3 അതിന്റെ മെമ്പർ എന്ന് പറയൂല, അതിന്റെ പാരന്റൽ മെമ്പർ എന്നാ പറയാ. കാരണം എന്താ, BH3 ബൊറൈനിൽ പെടൂല. അപ്പൊ ഈ BH3 നിന്നാണ് ബാക്കിയുള്ളവരെ. BH3 എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ സ്റ്റേബിൾ ആണ്. BH3 ഹയർ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുമ്പോ എന്താവും, അൺസ്റ്റേബിൾ ആവും. എന്നിട്ട് അതിലെ ബോറോണും ഹൈഡ്രജനും എന്താവും, കുറെ ഡിസോസിയേഷനും അസോസിയേഷനും ഒക്കെ നടന്ന് പല പല പ്രൊപ്പോർഷനിൽ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഏത്, ബൊറൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബൊറൈനിൽ BH3 പെടൂല. ഓക്കെ. ബൊറൈനിലെ ഏറ്റവും ആദ്യത്തെ മെമ്പർ പറഞ്ഞാൽ B2H6 ആണ് വരിക, ഡൈബൊറൈൻ. ഓക്കെ.
ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ബൊറൈൻസിന്റെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേ ആർ ഓൾ ഗ്യാസസ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ഓക്കെ. ഓക്കെ ഓക്കെ. പിന്നെന്താ, അത് ഒട്ടും സ്റ്റേബിൾ അല്ല. ദേ ഗെറ്റ് റെഡിലി ഓക്സിഡൈസ്ഡ് വെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് എയർ. എയർ അല്ലെങ്കിൽ ഓക്സിജനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്റ്റേബിൾ ആയ ഒരു ഫോമുക്ക് മാറും. ബോറിക് ആസിഡ് ഒക്കെ ഇല്ലേ, ആ അത്തരത്തിൽ ഒന്നുകൂടി ഓക്സിഡൈസ്ഡ് ആയ ഫോമിലേക്ക് മാറാൻ ശ്രമിക്കും. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിന് ബൊറൈൻ എന്ന് പറയണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഇത് പഠിച്ചിട്ടില്ലേ, ആൽക്കൈന് പഠിച്ചിട്ടില്ലേ, CH4 എന്താ C2H8 അങ്ങനെ അങ്ങനെ ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് വരിക അതിലല്ലേ, കാർബണും ഹൈഡ്രജൻ നമ്മൾ പ്രൊപ്പോർഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന. ഓക്കെ. അതേപോലെ ബൊറൈനിന്റെ ആ ഒരു അനലോഗ്. മനസ്സിലായോ? അവിടെ കാർബണും ഹൈഡ്രജൻ ആണ്, ഇവിടെ ബോറോണും ഹൈഡ്രജൻ ആണ്. കാർബൺ ബേസിക്കലി 4 ഹൈഡ്രജനായിട്ട്, ഏത് CH4 ആണ് ബേസിക് കോമ്പൗണ്ട് പറയാം. ഇവിടെ 3 ഹൈഡ്രജനായിട്ട്. കാരണം എന്താ, ബോറോണിന്റെ ബാലൻസ് അനുസരിച്ച് മാറൂലേ. അതേപോലെ ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ബോറോൺ ഉണ്ടാക്കുന്നു വിത്ത് ഹൈഡ്രജൻ. അത് ആൽക്കൈനായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ബൊറൈൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആയി മിസ്. താങ്ക് യു. ഓക്കെ. ഇനി നമുക്ക് നോമൻക്ലേച്ചർക്ക് പോവാം. ഓക്കെ. ഹലോ. ഓക്കെ മിസ്. നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് സ്ട്രക്ചർ വെച്ചിട്ട് പറയാം, പിന്നെ എന്ത് വെച്ചിട്ട് പറയാം, മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് പറയാം. ഈ ബൊറൈൻസ് തമ്മിലുള്ള ബോണ്ടിങ് ഇല്ലേ, ബൊറൈൻസിലെ ബോറോൺ ഹൈഡ്രജൻ നമ്മളെ ബോണ്ട്സ് സ്പെസിഫൈ ചെയ്യണ നോമൻക്ലേച്ചർ ഉണ്ട്. അല്ലാതെ ജസ്റ്റ് ഇതിൽ എത്ര ബോറോൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, അതിന്റെ മോളിക്കുലർ ഫോർമുല മാത്രം വെച്ചിട്ടുള്ള നോമൻക്ലേച്ചറും ഉണ്ട്. നമ്മൾ നോമൻക്ലേച്ചർ നോക്കുന്നത് മോളിക്കുലർ ഫോർമുല വെച്ചിട്ടാണ് കേട്ടോ. മറ്റേ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയും. മോളിക്കുലർ ഫോർമുലിനെ ബേസ് ചെയ്തിട്ട് ബൊറൈൻസ് 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ന്യൂട്രൽ ബൊറൈൻ, ആനയോണിക് ബൊറൈൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൊറൈൻ. ഓക്കെ. ന്യൂട്രൽ, ആനയോണിക് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ പറയാം. ആദ്യം ന്യൂട്രൽ ബൊറൈൻ എന്താന്ന് നോക്കാം. ന്യൂട്രൽ ബൊറൈന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് വരിക? ഓക്കെ. ന്യൂട്രൽ ബൊറൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ആ പേര് പറയുന്ന പോലെ തന്നെ ഈ ബൊറൈനിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവില്ല, ന്യൂട്രൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞില്ലേ, B2H6 പറഞ്ഞില്ലേ, ഡൈബൊറൈൻ, BH3 ചാർജ് ഇല്ല, BH3 ചാർജ് ലെസ് ആണ്, ന്യൂട്രൽ ആണ്. B2H6 ന്യൂട്രൽ ആണ്. B4H12 ഇതിനൊന്നും പ്രത്യേകിച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇല്ല. ഇതൊക്കെയാണ് എന്ത് ന്യൂട്രൽ ബൊറൈനിൽ വരിക. ഈ ന്യൂട്രൽ ബൊറൈനിനെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യാന്ന് നോക്കാം. അതിനുള്ള റൂളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ന്യൂട്രൽ ബൊറൈനിന്റെ നോമൻക്ലേച്ചർ, പ്രിഫിക്സ് ഡൈ, ട്രൈ, ടെട്ര എക്സെട്ര ആർ യൂസ്ഡ് ബിഫോർ ബൊറൈൻ ടു ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് ബോറോൺ ആറ്റംസ്. എല്ലാത്തിലും ബൊറൈൻ എന്നൊരു കോമൺ ആയിട്ട് ഈ ബൊറൈനിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്ര ബോറോൺ ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യണം. സപ്പോസ് 2 ബോറോൺ ആണെങ്കിൽ നമ്മൾ അതിനെ ഡൈ ബൊറൈൻ എന്ന് പറയും. 3 ബോറോൺ ആണ് ആ ഒരു മോളിക്കുലർ ഫോർമുലയിൽ ഉള്ളതെങ്കിൽ ട്രൈ ബൊറൈൻ, അങ്ങനെയാണ് ആ ഒരു പേര് സ്റ്റാർട്ട് ചെയ്യുക. 4 എണ്ണം ആണുള്ളതെങ്കിൽ ടെട്രാ ബൊറൈൻ, അങ്ങനെ. ഓക്കെ. ഇനി ബൊറൈനിൽ ബോറോൺ മാത്രമല്ലല്ലോ ഉള്ളത്, ഹൈഡ്രജനും ഉണ്ട്. സോ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് എത്ര ഉണ്ടെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടു ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, ദ നമ്പർ ഇസ് റിട്ടൺ ഇൻ പാരന്തസിസ് ആഫ്റ്റർ ബൊറൈൻ. നമ്മളിപ്പോ ഡൈബൊറൈൻ, ട്രൈബൊറൈൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനുശേഷം പാരന്തസിസിൽ ഒരു ബ്രാക്കറ്റിലാണ് നമ്മൾ എത്ര ഹൈഡ്രജൻസ് ആ മോളിക്യൂളിൽ ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ആദ്യത്തെ നോക്കുക, BH3. BH3 ഒരു ബോറോണും 3 ഹൈഡ്രജൻസും ആണ്. നമ്മൾ പറഞ്ഞു എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് ബൊറൈൻ എന്നാണ് അല്ലെ. ഇവിടെ ആകെ ഒരു ബോറോണേ ഉള്ളൂ. സോ മോണോ ബൊറൈൻ എന്ന് പറയുന്നതിന് പകരം സിംപ്ലി ബൊറൈൻ. ഓക്കെ. ബൊറൈൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ബോറോൺ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ടെന്ന് എങ്ങനെ സ്പെസിഫൈ ചെയ്യുക? ആഫ്റ്റർ ബൊറൈൻ എത്ര ഹൈഡ്രജൻസ് ഉണ്ടോ ആ നമ്പർ നമ്മൾ പാരന്തസിസിൽ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ. സോ ഇവിടെ ബൊറൈൻ 3 എന്നാണ് വരിക. കാരണം എന്താ, ഒരു ബോറോണും 3 ഹൈഡ്രജനും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൊറൈൻ 3, കാരണം മോണോ ബൊറൈൻ 3 എന്ന് പറയാം, സിംപ്ലി ബൊറൈൻ 3 എന്ന് പറയാം.
ഇനി നമ്മളുടെ ആദ്യത്തെ ആള് നോക്കുക, B2H6 ഡൈബൊറൈൻ. B2H6 രണ്ട് ബോറോൺ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഡൈബൊറൈൻ എന്ന് കൊടുക്കും. കാരണം 2 ബോറോൺ ആറ്റംസ് ഉണ്ട്. അതില് 6 ഹൈഡ്രജൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പാരന്തസിസിൽ എന്ത് കൊടുക്കും? 6 എന്ന് കൊടുക്കും. സോ B2H6ന്റെ പേരാണ് ഡൈബൊറൈൻ 6. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഓക്കെ, ഇനി B3H7 ഇവിടെ 3 ബോറോണും 7 ഹൈഡ്രജൻസും ആണ് ഉള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ബോറോൺ വന്നപ്പോൾ ഡൈബൊറൈൻ എന്ന് പറഞ്ഞ പോലെ 3 ബോറോൺ ഉള്ളതുകൊണ്ട് ഇവിടെ ട്രൈബൊറൈൻ. മാത്രമല്ല 7 ഹൈഡ്രജൻസ്. സോ ട്രൈബൊറൈൻ 7 അങ്ങനെയാണ് ഇതിന്റെ നെയിം വരിക. B4H10 എന്താ വരിക? 4 ബോറോണും 10 ഹൈഡ്രജൻസും. സോ ടെട്രാബൊറൈൻ. 4 ബോറോൺ ഉണ്ട്, 10 ഹൈഡ്രജൻസ് ഉണ്ട് എന്നുള്ളത് ബ്രാക്കറ്റിൽ 10. സോ ടെട്രാബൊറൈൻ 10. Then B5H9. B5H9 അഞ്ച് ബോറോണും 9 ഹൈഡ്രജൻസും ഉള്ളത്. സോ നേരത്തെ പോലെ തന്നെ പെന്റാബൊറൈൻ 9. Then B10H14 ഡെക്കാബൊറൈൻ 14. ഡെക്ക എന്നാണല്ലോ 10 എന്ന് പറയാം. ഇനി B10H16 ആവുമ്പോൾ ഡെക്കാബൊറൈൻ 16. B20H16 ഐക്കോസാബൊറൈൻ 16. അങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ബൊറൈൻസിന്റെ നോമൻക്ലേച്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ന്യൂട്രലിന്റെ നോമൻക്ലേച്ചർ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഒന്നാവുമ്പോ ബൊറൈൻ 3, രണ്ടെണ്ണാവുമ്പോ ഡൈബൊറൈൻ 6. എത്ര ഹൈഡ്രജൻസ് ഉണ്ടോ അത്? ഇപ്പൊ 4 B4H10 ആണെങ്കിൽ 4 ഹൈഡ്രജൻസോ ടെട്രാബൊറൈൻ ഹൈഡ്രജൻസിന്റെ എണ്ണം 10. ടെട്രാബൊറൈൻ 10. B5H9 ആണെങ്കിൽ പെന്റാബൊറൈൻ 9. ഓക്കെ, B10H14 ആണെങ്കിൽ ഡെക്കാബൊറൈൻ 14. അങ്ങനെയാണ് വരിക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ആനയോണിക് ബൊറൈൻ. നമ്മൾ പറഞ്ഞു ആനോണിക് ബൊറൈൻസ് ഉണ്ട്, കാറ്റോണിക് ബൊറൈൻസ് ഉണ്ട്, ന്യൂട്രൽ ബൊറൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൊറൈൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് നോക്കുന്നത്. ആനയോണിക് ബൊറൈൻസിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ആനയോണിക് ബൊറൈൻസിന് എക്സാമ്പിൾ വരും കേട്ടോ. അതിന്റെ കൂടെ ഒന്നെങ്കിൽ ഒരു കാറ്റയോൺ അസോസിയേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ കോർഡിനേഷൻ കോംപ്ലക്സസ് പറയുന്ന പോലെ തന്നെ ഈ ഒരു ബൊറൈന്റെ ഈ ഒരു സ്ഫിയർ ഉണ്ടല്ലോ, കോർഡിനേഷൻ സ്ഫിയർ എന്നൊക്കെ പറഞ്ഞ പോലെ ബൊറൈൻ സ്ഫിയർ ആനയോണിക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആനയോണിക് ബൊറൈൻസ് എന്ന് പറയാം. സോ ആനയോണിക് ബൊറൈൻസിന്റെ നോമൻക്ലേച്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ നെയിം എൻഡ്സ് വിത്ത് 8 അലോങ് വിത്ത് ചാർജ് ഇൻ പാരന്തസിസ്. എപ്പോഴും നമ്മളൊരു കോമ്പൗണ്ട് തന്നിട്ട് നമുക്ക് ഇങ്ങനെ കോമ്പൗണ്ടിന്റെ നെയിം തന്നിട്ട് ഇത് ആനയോണിക് ആണോ കാറ്റയോണിക് ആണോ ന്യൂട്രൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ എപ്പോഴും ഒരു കോമ്പൗണ്ടിന്റെ പേര് 8 വെച്ചിട്ടാണ് എൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പൊ ഉറപ്പിക്കുക അത് ആനയോണിക് ബൊറൈൻ ആണെന്ന്. ആനയോണിക് ബൊറൈൻ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് അവിടുത്തെ ബൊറൈൻ സ്ഫിയറിന് നെഗറ്റീവ് ചാർജ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആനയോണിക് ബൊറൈന്റെ എപ്പോഴത്തെയും നെയിം വിൽ എൻഡ് വിത്ത് 8. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന് എത്ര ചാർജ് ഉണ്ട്, ആ ഒരു സ്ഫിയറിന്റെ ചാർജ് 2 മൈനസ് ആവാം, 3 മൈനസ് ആവാം, മൈനസ് ആവാം. അത് എത്രയാണ് നമ്മൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്യണം. അത് നേരത്തെ നമ്മൾ ഹൈഡ്രജൻസിന്റെ എണ്ണം സ്പെസിഫൈ ചെയ്ത പോലെ ഇവിടെ പാരന്തസിസിൽ ഈ ഒരു സ്ഫിയറിന്റെ ചാർജ് എത്ര മൈനസ് ആണെന്ന് സ്പെസിഫൈ ചെയ്യും. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ബോറോൺ ആർ ഓൾസോ സ്പെസിഫൈഡ്. ആ നെയിമിംഗ് നമുക്ക് മിസ് നോക്കാം. അതൊന്ന് പറയാവോ? നമ്മളെ മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ആ പാരന്തസിസിന്റെ അകത്ത് അതോ? ഇവിടെ ഇത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആനോണിക് ബൊറൈൻസിൽ നോക്കേണ്ട എന്താ വെച്ചാല് ആ പേര് അതിന്റെ നെയിം 8 വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കോർഡിനേഷനിലൊക്കെ പഠിച്ചില്ലേ, ആ കോർഡിനേഷൻ സ്ഫിയറിന് ഓരോ ചാർജ് വരില്ലേ, 2 മൈനസ് 3 മൈനസ് ചാർജ് വരില്ലേ, എത്ര വേണമെങ്കിലും വരാം. നമുക്ക് 8 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ എത്ര നെഗറ്റീവ് ആണെന്ന് അറിയൂലല്ലോ. സോ അതും നമ്മൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്യണം. വേണ്ടേ? ഇപ്പൊ നമ്മൾ നേരെ ബൊറൈനില് ഹൈഡ്രജനെ സ്പെസിഫൈ ചെയ്തില്ലേ 16 എന്നൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടത്. അതുപോലെ ഇവിടെ ബ്രാക്കറ്റിൽ ഇടുക ഈ സ്ഫിയറിന്റെ ചാർജ് ആണ്, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്, എത്ര നെഗറ്റീവ് ആണ് എന്നുള്ള ചാർജ് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ ആലോചന എൻഡ് ചെയ്യും പാരന്തസിസിൽ അതിന്റെ ചാർജ് ഉണ്ടാവും എത്രത്തോളം നെഗറ്റീവ് ആണ്. ഓക്കെ, അതിന് ചാർജ് എൻഡ് ചെയ്യണതാണ് 8. അതിന്റെ മുമ്പത്തെ പാർട്ടിൽ നമ്മൾ നമ്പർ ഓഫ് ഹൈഡ്രജനും ബോറോൺസും സ്പെസിഫൈ ചെയ്യും. മനസ്സിലായി. ഇനി ചില കേസിൽ കോർഡിനേഷൻ അതിന്റെ കോർഡിനേഷൻ കോംപ്ലക്സിന് ഇതിൽ തന്നെ
ചില കോർഡിനേഷൻ കോംപ്ലക്സസ് നെഗറ്റീവ്ലി ചാർജഡ് ആയിരിക്കും, പക്ഷെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കാറ്റയോൺ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ സോഡിയം ആണ്, കാൽഷ്യം ആണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏതാ പോസിറ്റീവ് എൻറ്റിറ്റിനെയാണ് ആദ്യം നെയിം ചെയ്യുക. ഓർമ്മ ഉണ്ടോ? ഏതിലായാലും കോർഡിനേഷൻ കോംപ്ലക്സസിന്റെ നെയിമിങ്ങിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും പോസിറ്റീവ് എൻറ്റിറ്റി ഈസ് നെയിംഡ് ഫസ്റ്റ്, അങ്ങനെയാണ് വരിക. ഇവിടെയും അങ്ങനെ തന്നെയാണ്, പോസിറ്റീവ് എൻറ്റിറ്റി ആണ് ആദ്യം നെയിം ചെയ്യുക. സോ ഇത് കോർഡിനേഷൻ ബോറൈൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ് വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് കാറ്റയോൺ ആയിരിക്കും അപ്പുറത്ത് വരിക. സോ അതിനെയാണ് നമ്മൾ ആദ്യം നെയിം ചെയ്യുക. അതുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിനി എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഈ 3 പോയിന്റ്സും എക്സാമ്പിൾ നമ്മൾ നോക്കുന്നുണ്ട്, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ നോക്കട്ടോ. Na(B2H7). ഓക്കെ, Na(B2H7). ഇവിടെ എന്താണ് B2H7ന്റെ ചാർജ് എന്തായിരിക്കും? അതിന്റെ അപ്പൊ ഒരു സോഡിയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ B2H7ന്റെ ചാർജ് എന്തായിരിക്കും? ഹലോ, മിസ് 1 മൈനസ് ആയിരിക്കും. 1 മൈനസ് അല്ലേ? ആ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നേരത്തെ പറയും 8 വെച്ച് എന്റെയും അവസാനം എത്രയാണോ ചാർജ് അത് 1 അങ്ങനെ മൈനസ് ആയിട്ട് ഈ ബ്രാക്കറ്റിൽ കാണിക്കുന്നു പറഞ്ഞു. കണ്ടോ ഇതിന്റെ പേരില് നെയിമിൽ കണ്ടോ? ഓക്കെ മിസ്, ഇപ്പം മനസ്സിലായി. പിന്നെ നമ്മൾ പറഞ്ഞു എപ്പോഴും പോസിറ്റീവ് എൻറ്റിറ്റി ആണ് ആദ്യം നെയിം ചെയ്യുക. ഇവിടെ ഒരു പോസിറ്റീവ് പാർട്ട് വന്നിട്ടുണ്ട്, സോഡിയം Na+, ഇവിടെ മൈനസ് എന്നല്ലേ വരിക? മനസ്സിലായോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് കാറ്റയോൺ കൂടെ ഉണ്ടെങ്കിൽ ആദ്യം കാറ്റയോണിന്റെ നെയിം സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ബൊറൈൻ സ്ഫിയറിനെയാണ് ഇനി നെയിം ചെയ്യാൻ പോകുന്നത്. 7 കാർബണും 2 ബോറോണും. ഹെപ്റ്റാ ഹൈഡ്രോ ബൊറൈൻ. മിസ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എത്ര എണ്ണം ഉണ്ട് അത് നമ്മൾ മെൻഷൻ ചെയ്യണ്ടേ? ഇല്ല, അതിന് നമ്മൾ കോർഡിനേഷനിലും നമ്മളത് സ്പെസിഫൈ ചെയ്യാറില്ല. കാരണം എന്താ, നമ്മളിവിടെ ഇതിന്റെ ഈ സ്ഫിയറിന്റെ ചാർജ് മെൻഷൻ ചെയ്തിട്ടില്ലേ? അതിനനുസരിച്ച് ഇവിടുത്തെ നമ്പർ നമ്മൾ ബാലൻസ് ചെയ്യാണ് ചെയ്യുക. അവിടെ പോസിറ്റീവ് എത്ര കാറ്റേൺസ് ഉണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ മിസ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പേര് മാത്രം തന്നിട്ടേ ഇതിന്റെ ഫോർമുല എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കണം ഇവിടെ എത്ര ചാർജ് 1 മൈനസ് ആണ്. മനസ്സിലായില്ല? ആദ്യത്തെ ഹെപ്റ്റാ ഹൈഡ്രോ ഡൈബോറേറ്റ് 1 മൈനസ് ആണ്. ആൻഡ് അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സോഡിയം എന്ന് പറയാം. പക്ഷെ സോഡിയം 1 ആണോ Na2 ആണോ Na3 ആണോ എന്നൊക്കെ ഡൗട്ട് വരും. അപ്പൊ ഇവിടെ 1 മൈനസ് ആയതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ഒരൊറ്റ സോഡിയം മാത്രമേ വേണ്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ ഒരു Na മാത്രമേ എടുക്കുള്ളൂ, Na(B2H7). മനസ്സിലായോ? ക്ലിയർ ആയി മിസ്. ഓക്കെ, അപ്പൊ ഈ പേര് വന്ന് എങ്ങനെ മനസ്സിലായി? ആദ്യം സോഡിയം, ഏതാണ് കാറ്റയോൺ, പിന്നെ ഹെപ്റ്റാ ഹൈഡ്രോ ഡൈബൊറേറ്റ്. കാരണം 7 ഹൈഡ്രജനും 2 ബോറോണാണ്. ഹെപ്റ്റാ ഹൈഡ്രോ ഡൈബൊറേറ്റ് വന്ന എന്താ, ബൊറൈൻ മാറി ബൊറേറ്റ് വന്നു, കാരണം ഇതൊരു ആനയോണിക് ബൊറൈൻ ആയതുകൊണ്ട്. ആൻഡ് 1 മൈനസ് ബ്രാക്കറ്റിൽ, കാരണം ഈ ബൊറൈൻ സ്ഫിയറിന്റെ ചാർജ് 1 മൈനസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മൾ എന്തുകൊണ്ട് കാറ്റയോണിന്റെ ഇത് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചില്ലേ നമ്പർ, അത് ഇത് വെച്ചിട്ട് പറയാം. ഇവിടെ നമ്മൾ സോഡിയം എന്നേ പറയുള്ളൂ, ഡൈ സോഡിയം അല്ലെങ്കിൽ ട്രൈ സോഡിയം അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, ആദ്യം നമുക്ക് സോഡിയം, കാരണം ഇവിടെ ഉള്ള കാറ്റയോൺ സോഡിയം ആണ്, സോ സോഡിയം എന്ന് എഴുതി. ഇനി നമ്മൾ ബോറോൺ സ്ഫിയറിനെ സ്പെസിഫൈ ചെയ്യണം. ആരാണ് ബോറോണിലുള്ളത്? ബൊറൈറ്റിന്റെ കൂടെ ഉള്ള ആളാരാണ്? ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഫിനൈൽ ഗ്രൂപ്പാണ്, C6H5. അത് 6 എണ്ണം ഉണ്ട്. സോ സോഡിയം ഹെക്സാഫിനൈൽ 6 ഫിനൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആൻഡ് B2 2 ബോറോണും ഉണ്ട്. ഡൈബൊറേറ്റ് 8 എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ഇവിടെ 2 സോഡിയം വേണ്ടി വന്നു ഇതിനെ ബാലൻസ് ചെയ്യാൻ. സോ ഈ ഒരു സ്ഫിയറിന്റെ ചാർജ് എത്രയായിരിക്കും? 2 മൈനസ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് തിരിച്ചും വരാട്ടോ. ഈ നെയിം തന്നിട്ട് ഇതിന്റെ ഫോർമുല എന്താന്ന് എഴുതാനും ചോദിക്കുക. അപ്പൊ ഇവിടെ 2 മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 2 സോഡിയം വേണം. സപ്പോസ് ഞാൻ പറയാണ്, ഇവിടെ ഈ സോഡിയത്തിന് പകരം കാൽഷ്യം എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. കാൽഷ്യം ഹെക്സാഫിനൈൽ ഡൈബൊറേറ്റ് 2 മൈനസ് എന്നാണ് പേരെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിന്റെ ഫോർമുല നമുക്ക് എഴുതാൻ പറഞ്ഞാൽ Ca2 എന്ന് ആവശ്യമില്ല. കാരണം എന്താ, കാൽഷ്യം ഓൾറെഡി 2+ ആണ്. ഇവിടുത്തെ 2 മൈനസിനെ ബാലൻസ് ചെയ്യാൻ ഒരൊറ്റ കാൽഷ്യം മതി. മനസ്സിലായോ?
മിസ് അതൊന്ന് പറയുമോ ഈ പറഞ്ഞ എക്സാമ്പിള്? ആദ്യത്തെ സോഡിയത്തിന്റെ അത് മനസ്സിലായോ? ആദ്യത്തെ രണ്ടെണ്ണം മനസ്സിലായി. ഈ കാൽഷ്യത്തിന്റെ 2+ വരുന്ന അതാ മനസ്സിലാവാത്തത്. ഞാൻ തിരിച്ചിട്ടുള്ള പറഞ്ഞേ എന്ന് വെച്ചാൽ നമുക്ക് പേര് തന്നിട്ട് ഇതിന്റെ കറക്റ്റ് കെമിക്കൽ ഫോർമുല എന്താണെന്ന് ക്വസ്റ്റ്യൻ വരൂലേ, അപ്പൊ ആലോചിക്കുന്ന രീതിയാ പറഞ്ഞേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സ്ഫിയറിന് എത്രയാണ് ചാർജ് എന്നാണ്. അപ്പൊ ഇവിടെ 2- ആയതുകൊണ്ട് നമുക്ക് പേര് തന്നു ആദ്യം സോഡിയം എന്നല്ലേ തന്നെ. സോഡിയം Na+ ആണല്ലോ, നമുക്കറിയാം എങ്ങനെ Na+, Ca2+, Mg2+, ഇതൊക്കെയല്ലേ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാര്. ഓക്കെ, ഇവിടെ സോഡിയം എന്ന് തന്നതുകൊണ്ട് നമുക്കറിയാം സോഡിയം മോണോ പോസിറ്റീവ് കാറ്റയോൺ ആണ്. ആൻഡ് ഇവിടുത്തെ നമ്മളുടെ കോർഡിനേഷൻ സ്ഫിയർ 2- ആണ്. ഈ 2- ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര സോഡിയം വേണ്ടി വരും? 2 സോഡിയം. 2 എണ്ണം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ Na2 ഇട്ടത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, സപ്പോസ് നമുക്ക് തരുന്ന പേര് ഇതാണെന്ന് വിചാരിക്കട്ടോ, കാൽഷ്യം ഒക്ടാഹൈഡ്രോ ടൈബോറേറ്റ്, ഒക്ടാഹൈഡ്രോ ഡൈബോറേറ്റ് 2-. ഇതാണ് നമുക്ക് തന്ന കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെയാണ്. എത്രയാണ് ഇതിന്റെ ചാർജ് നോക്കുക. എത്ര ചാർജ് വന്നത്? 2-. ഓക്കെ, ഇവിടുത്തെ കാറ്റയോൺ ആരാണ്? കാൽഷ്യം. കാൽഷ്യത്തിന്റെ ചാർജ് എത്രയാണ്? 2+. 2+ അല്ലെ, കോമൺ ആയിട്ട് 2+ അല്ലേ. അപ്പൊ ഈ 2- ബാലൻസ് ചെയ്യാൻ എത്ര കാൽഷ്യം വേണം? 1. ഒരാള്. സോ ഇവിടെ Na2 ഉള്ള പോലെ ഇവിടെ Ca2ന്റെ ആവശ്യമില്ല. Ca(B2) പിന്നെ ഏത് നമ്മൾ ഹെക്സഫിനൈലാട്ടോ, വേറെ ഏതോ ഒക്ടാഹൈഡ്രോ എന്നാണ് എഴുതിയല്ലേ. ഓക്കെ, C6H5 6 times ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ക്ലിയർ ആയി മിസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അടുത്ത എക്സാമ്പിളിൽ അത് തന്നെയാണ് വരുന്നത്, കാൽഷ്യം ആണ് വരുന്നത്. അത് നോക്കട്ടെ നമുക്ക്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആരോ വന്നത് CaB3H8 twice. ഓക്കെ, ഇവിടെ നേരത്തെ പോലെ തന്നെ എങ്ങനെ അതിന്റെ നെയിമിങ് വരുമെന്ന് പറഞ്ഞു നോക്ക്, അപ്പുറത്ത് നോക്കാതെ. ആദ്യം നമ്മൾ ആരെ പറയണം? കാൽഷ്യത്തിന് പറയണം. കാൽഷ്യം. ആൻഡ് ആ ഒരു സ്ഫിയറിന് ബൊറൈൻ പാർട്ടിന് നമ്മൾ എങ്ങനെ പറയും? ആദ്യം എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയണം. ഒക്ടാഹൈഡ്രോ ട്രൈബൊറേറ്റ്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് കാറ്റയോൺ വന്നാൽ തന്നെ നമുക്ക് ഉറപ്പിക്കണം ഇതിന് നെഗറ്റീവ് ചാർജ് ആണ്. സോ ബൊറേറ്റ് എന്ന് എന്ത് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ ട്രൈബൊറേറ്റിന്റെ ചാർജ് എത്രയാണ്? ഇവിടെ ഒരു കാൽഷ്യത്തിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഈ കോമ്പൗണ്ട് 2 എണ്ണം വേണ്ടി വന്നു. ഓക്കെ, Ca2+ ആണ് നമുക്കറിയാം. സോ ഇത് 2 എണ്ണം വേണ്ടി വന്നെങ്കിൽ ഇതിൽ ഒന്നിന്റെ ചാർജ് എന്തായിരിക്കും? മനസ്സിലായില്ല? ഓക്കെ, സപ്പോസ് ഇതിന്റെ ചാർജ് നമ്മൾ X എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അപ്പൊ ഇത് മൊത്തത്തിൽ എങ്ങനെ വരും? കാൽഷ്യത്തിന്റെ 2, ഓക്കെ, ഇവിടെ -2x = 0. അപ്പൊ X എങ്ങനെ കിട്ടുക? 2 = 2x. X -1 ആണ് കിട്ടുക. 2 + 2x അല്ലേ? മിസ് അപ്പൊ നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിൽ എഴുതുന്ന ഒരാളുടെ കാര്യമാണ് എഴുതുന്നത്. എഴുതുക. ഓക്കെ മിസ്, മനസ്സിലായോ സംഭവം? ഇപ്പൊ മനസ്സിലായി. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇപ്പൊ എന്താ പറയുക, ഇത് തിരിച്ചും വരാം. കാൽഷ്യം ഒക്ടാഹൈഡ്രോ ടൈബറേറ്റ് 1- അങ്ങനെ തന്നിട്ട് അതിന്റെ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ആലോചിക്കണം. ഒക്ടാഹൈഡ്രോ ട്രൈബറേറ്റ് 1- ആണ്, പക്ഷെ കാൽഷ്യം 2+ ആണ്. സോ ഇതിന് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ബൊറൈൻ പാർട്ട് 2 എണ്ണം വരേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ മിസ്, മനസ്സിലായി. ഇത് ന്യൂട്രലിന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മളപ്പം ആ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും എപ്പോഴും ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ചാർജ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ ഈ ഒരു സ്ഫിയറിന് ചാർജ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, പക്ഷെ ഇത് എപ്പോഴും എന്താണ്? ആനയോണിക് ബൊറൈൻ ആണ് കേട്ടോ, അത് മറക്കരുത്. മിസ് അതും മനസ്സിലായില്ല മിസ്, ആനയോണിക്കിന്റെ പറഞ്ഞത്. ബൊറൈൻ പാർട്ടിന് നെഗറ്റീവ് ചാർജ് അല്ലേ ഇവിടെ? അത് മനസ്സിലായോ? ബൊറൈൻ പാർട്ടിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് അല്ലേ? ഇതാ
ഇതൊക്കെ വന്നിട്ട് ഈ ബൊറൈൻ പാർട്ടിന് ഇവിടെ 2- ആണ്. Ca2+ മൊത്തത്തിൽ വന്നിട്ട് ഈ മൊത്തം കോമ്പൗണ്ട് ന്യൂട്രൽ ആയിന്നേ ഉള്ളൂ. ജസ്റ്റ് ബാലൻസ് ചെയ്തേ ഉള്ളൂ. മനസ്സിലായില്ല? ഇല്ല മിസ് അത് മനസ്സിലായില്ല, പറഞ്ഞു. ഒരു മിനിറ്റ്. ആ ഇപ്പോഴായാലും ഇത് ആനിയോണിക് ഇവിടെ നോക്ക്, Ca2+, ഇവിടെ 2- എന്നല്ലേ വന്നേ? അല്ല, 1- 1 × 2 അല്ലേ? ഹലോ. ഹലോ മിസ്, ഞാൻ കേൾക്കുന്നുണ്ട്. കൈ ഓക്കെ ഓക്കെ. കുഞ്ഞിരിപ്പുണ്ടായിരുന്നു, അപ്പൊ അതാ ഞാൻ മ്യൂട്ട് ആക്കിയിരുന്നത്. അല്ല, അത് ഞാൻ പറയാം. ആ ഇപ്പോഴും ഇത് ആനിയോണിക് ബൊറൈൻ ആണ്, പക്ഷെ അതിന്റെ മൊത്തത്തിൽ ആ ബൊറൈൻ സ്ഫിയറിന്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു കാറ്റോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഏറ്റവും താഴത്തെ എക്സാമ്പിൾ കണ്ടോ? B10H8 COH2 2-. ഏറ്റവും താഴെ കണ്ടു മിസ്. കണ്ടോ? കണ്ടു. അതും ആനിയോണിക് ബൊറൈൻ ആണ്, പക്ഷെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു കാറ്റോൺ അറ്റാച്ച് ചെയ്തിട്ടില്ല. മനസ്സിലായി. മനസ്സിലായോ? ജസ്റ്റ് മനസ്സിലായി. ഒരു നെഗറ്റീവ് എൻറ്റിറ്റി ഉണ്ടാവുമ്പോ അതിന്റെ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ സറൗണ്ടിങ്ങിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ. ഇപ്പോഴും ഇത് അയോണിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ. ഓക്കെ മിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇവിടെ സോഡിയം ആണ് ആദ്യം. സോ സോഡിയം ഡൈസോഡിയം എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി ഈ സ്ഫിയറിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? 10 ബോറോണും 10 ക്ലോറിനും. ഹൈഡ്രജൻ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്ലോറിൻ ഒന്ന്. സോ നേരത്തെ പോലെ ആദ്യം സോഡിയം 10 മിസ്, ക്ലോറിൻ. ഞാൻ ലെഫ്റ്റ് ആവുകയാണ് മിസ്. കുഞ്ഞു വഴക്ക്. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടോളാവേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ മിസ്, ഞാൻ റെക്കോർഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോളാം. കുഞ്ഞു സമ്മതിക്കുന്നില്ല. ശരി. ഓക്കെ മിസ്. ഓക്കെ. ഇവിടെ 2 സോഡിയം ഉണ്ട്, പക്ഷെ നമ്മൾ സോഡിയം എന്ന് മാത്രം മെൻഷൻ ചെയ്യുള്ളൂ. ദെൻ B10 Cl10. ആദ്യം ബോറോൺ അല്ലാത്ത പാർട്ടിനെയാണ് നമ്മൾ നെയിമിംഗിൽ പറയുക. സോ ഡെക്കാ ക്ലോറോ, 10 ക്ലോറിന്റെ ഡെക്കാ ക്ലോറോ, ഡെക്കാബൊറൈറ്റ്. കാരണം എന്താ? 10 ബോറോൺ ഉണ്ട്. 8 വന്നത് ആനിയോണിക് ബൊറൈൻ ആയതുകൊണ്ടാണ്. ഇതിന്റെ ചാർജ് എത്രയാണ്? ഇവിടെ Na2 2 സോഡിയം വേണ്ടി വന്നു. സോ ഇതിന്റെ മൊത്തത്തിലുള്ള ചാർജ് 2- ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ Na B10H9NH3. ഇവിടെ ഇതിന്റെ ചാർജ് 1- ആയിരിക്കും, കാരണം ഇവിടെ ഒരു സോഡിയം മാത്രമേ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ സോഡിയം. ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കുക, 2 ലിഗാൻസ് ഒന്നുണ്ട്. ഒന്ന് ഹൈഡ്രജനും ഒന്ന് അമോണിയ. അമോണിയ നമ്മൾ അമീൻ എന്നാണ് പറയാ. സോ ഇതിൽ ആരെയാണ് ആദ്യം പറയാ? അപ്പൊ നമ്മള് ആൽഫബറ്റിക് ഓർഡർ നോക്കണം. അമീൻ ആണ് ആദ്യം വരിക. സോ സോഡിയം, അമീൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? നൊണ്ണ ഹൈഡ്രോ, ദെൻ ഡെക്കാബൊറേറ്റ്. 10 ബോറോൺ ഉണ്ട്, 1-. അങ്ങനെയാണ് അതിന്റെ ചാർജ്. ഇനി ലാസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തിന്റെ കൂടെ കാറ്റയോൺ ഒന്നും അസോസിയേറ്റ് ചെയ്തിട്ടില്ല. സോ കാറ്റയോണിക് പാർട്ട് ഉണ്ടെങ്കിൽ മാത്രം കാറ്റയോൺ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെ ഇല്ല. സോ നേരിട്ട് നമ്മൾ ബൊറൈനിന്റെ നെയിമിംഗിലേക്ക് പോവാൻ. ഇവിടെ ആകെ 10 ബോറോൺ ഉണ്ട്, 8 ഹൈഡ്രജൻ ഉണ്ട്, 2 COH ഗ്രൂപ്പ്സും ഉണ്ട്. ഓക്കെ. ഇതിന്റെ ചാർജ് 2- ആണെന്ന് തന്നു. എങ്ങനെയാണ് കൊടുക്കുക? ആദ്യം നമ്മൾ ഈ പാർട്ടിനെ നെയിം ചെയ്യണം. അതിൽ ഒന്ന് ഹൈഡ്രോ ആണ്, ഒന്ന് ഏതാണ്? കാർബോക്സി ഗ്രൂപ്പ് ആണ്. ആദ്യം ഏതാ? Cl വരിക നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കുമ്പോൾ. സോ ഡൈ കാർബോക്സി, 2 COH ഉള്ളതുകൊണ്ട് ഡൈ കാർബോക്സി. നെക്സ്റ്റ് 8 ഹൈഡ്രജൻ, ഒക്ടാ ഹൈഡ്രോ. നെക്സ്റ്റ് 10 ബോറിൻ, ഡെക്കാബൊറേറ്റ്. 8 വന്നത് എന്താ? ആനോണിക് ആയതുകൊണ്ട്. ഇനി ഇതിന്റെ ചാർജ് 2-. ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഈ എൻറ്റിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ ഏത് ആനയോണും കൂടെ ഇല്ല, ഏത് കാറ്റയോണും കൂടെ ഇല്ല. ഇവിടെ ഒക്കെ മൊത്തത്തിൽ ന്യൂട്രലൈസ് ചെയ്തില്ലേ? ന്യൂട്രൽ ആയിട്ടല്ലേ നിൽക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചാർജ്ഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ചാർജ്ഡ് ആയി നിൽക്കുന്നത് കാറ്റയോൺ ആണെങ്കിലും ആനയോൺ ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് അതിന് അയോൺ എന്ന് മെൻഷൻ ചെയ്യണം. കാരണം എന്താ? ഇതിന് കൂടെ ആരുമില്ല, ഇത് അയോൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കാം.
നെക്സ്റ്റ് വൺ Na2B4O7. Na2B4O7. ഇവിടെ എങ്ങനെ വന്ന രണ്ട് രണ്ട് സോഡിയം ഉണ്ട്. സോ B4O7 മൊത്തത്തിൽ ചാർജ് 2- ആയിരിക്കും. സോ ആദ്യം സോഡിയം, ദെൻ 7 ഓക്സിജൻ, ഹെപ്റ്റാ ഓക്സോ 4 ബോറോൺ, ടെട്രാബൊറേറ്റ് ചാർജ് 2-. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് സോഡിയം ടെട്രാബൊറേറ്റ് എന്ന് മാത്രം അറിയും. ഓക്കെ, ഇതൊരു കോമൺ ആയിട്ട് പറയുന്ന നെയിമാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കുക കേട്ടോ. ഇത് ചാർജ്ഡ് ആണോ? ഈ ഒരു സംഭവത്തിന് ചാർജ് ഇല്ല. ഇത് ചാർജ് ഇല്ലാത്ത ഒരു ബൊറൈൻ ആണ്. പക്ഷെ ഇവിടെ എന്താ, നമ്മൾ നേരത്തെ നോർമൽ ന്യൂട്രൽ ബൊറൈൻ പറഞ്ഞ പോലെയല്ല ഇതിന്റെ നോമൻക്ലേച്ചർ വരിക. കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ നെയിം ചെയ്യാൻ വെച്ചാൽ ഇവിടെ 10 ബോറോൺ, 8 ഹൈഡ്രജൻ ആൻഡ് 2 അമോണിയ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. ആദ്യം നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കുമ്പോൾ ആദ്യം NH3 ആണ് വരിക. സോ ഡൈഅമീൻ, ദെൻ 8 ഹൈഡ്രജൻസ്, ഒക്ടാഹൈഡ്രോ, ദെൻ 10 ബൊറോൺസ്, ഡെക്കാബൊറോൺ. ഡെക്കാബൊറേറ്റ് വരില്ല, കാരണം എന്താ, ഇത് ആനോണിക് ബൊറൈൻ അല്ല. ഓക്കെ, ഡെക്കാബൊറേറ്റ് വരില്ല. ആനോണിക് ആണെങ്കിൽ മാത്രമേ 8 എന്ന് വെച്ചിട്ട് എൻഡ് ചെയ്യുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ B10H7NH3 ത്രൈസ് പ്ലസ്. ഇത് ആനോണിക്കിനെ പോലെ തന്നെ കാറ്റോണിക് ഉണ്ട്. ഇതൊരു കാറ്റോണിക് ബൊറൈൻ ആണ്. ഓക്കെ, കാറ്റോണിക് ബൊറൈനിൽ ഒരിക്കലും 8 വെച്ചിട്ട് എൻഡ് ചെയ്യൂല. ആനോണിക് ആണെങ്കിൽ മാത്രമേ 8 വെച്ചിട്ട് എൻഡ് ചെയ്യുള്ളൂ. സോ കാറ്റോണിക് നമ്മൾ എങ്ങനെ നോക്കുക, ആദ്യം B10H7NH3 ത്രൈസ്. നെയിമിൽ ആദ്യം ഒരു അമോണിയ ആണ്. സോ ട്രൈഅമീൻ H7, ഹെപ്റ്റാ ഹൈഡ്രോ, 10 ബോറോൺസ്. അങ്ങനെ ഡെക്കാ ബോറോൺ, ബൊറേറ്റ് വരൂല എന്ന് പറഞ്ഞു. ആൻഡ് അതിന്റെ ചാർജ് എത്ര, 1+. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാത്തത് കൊണ്ട് 1+ അയോൺ എന്ന് പറയാം. സപ്പോസ് ഇതിന്റെ ലാസ്റ്റ് ഈ പോസിറ്റീവ് ചാർജ് ഇല്ലാതെ Cl എന്നാണെന്ന് വിചാരിക്കും. എന്നാൽ ഈ അയോൺ ഇല്ലാതെ 1+ ക്ലോറൈഡ്, ഇങ്ങനെ ആയിരിക്കും അതിന്റെ നെയിം വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay. Certain prefixes like closo, nido, arachno are also used. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല കണ്ടാൽ നമുക്ക് അതിന് വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട്. അതാണ് ഈ ക്ലോസോ, നിഡോ, അരക്നോ അങ്ങനെയൊക്കെ ക്ലസ്റ്ററിന്റെ സ്ട്രക്ചർ വെച്ചിട്ട്. സോ ബൊറൈനിന്റെ ആ ഒരു നോമൻക്ലേച്ചറും കൂടെ ഇവിടെ ഉണ്ട്. അതും ചിലപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ക്ലോസോ ആണോ അരക്നോ ആണോ എന്നൊക്കെ അറിയാമെങ്കിൽ, ഇതിങ്ങനെ ഓപ്പൺ സ്ട്രക്ചർ ആണോ അതോ ക്ലോസ്ഡ് സ്ട്രക്ചർ ആണോ അതൊക്കെ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് പറയാം. സോ നമ്മൾ ഈ ഒരു ഫോർമാറ്റിന്റെ ഒക്കെ അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇനി പറയുന്നുണ്ട് നെക്സ്റ്റ് പാർട്ടിൽ. അത് കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നോക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൊറൈൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൊറൈൻസ് പറഞ്ഞാൽ നോർമൽ ബൊറൈനിൽ തന്നെ അതിൽ ഏതെങ്കിലും ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരാം. അപ്പൊ അതിനെ എങ്ങനെ നെയിം ചെയ്യാം? നമ്മൾ നോർമലി പറയണ പോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഡൈബൊറൈനിലെ ഒരു ഹൈഡ്രജനെ, ബ്രിഡ്ജർ ഹൈഡ്രജൻ അല്ല, ഒരു ടെർമിനൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും ഇവിടെ 2 ബോറോൺസും സിമിലർ ആയിരുന്നു ഡൈബൊറൈനിൽ അല്ലെ, ഐഡന്റിക്കൽ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതുകൊണ്ട് നമ്മൾ ആ ബോറോണിനാണ് നമ്മൾ നമ്പർ 1 കൊടുക്കുക, നെക്സ്റ്റ് ആളെ നമ്പർ 2 കൊടുക്കും. അപ്പൊ എങ്ങനെ നമ്പർ 1 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിൻ വന്നിരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം, 1 ക്ലോറോ ഡൈബൊറൈൻ എന്നാണ് പറയാം. 1 ക്ലോറോ ഡൈബൊറൈൻ. ഓക്കെ, ആദ്യത്തെ ബോറോണിൽ ഒരു ക്ലോറിൻ വന്നു, അതാണ് 1 ക്ലോറോ ഡൈബൊറൈൻ. 6 എന്ന് വെച്ചാൽ ടോട്ടൽ ഇതിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദിസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രജൻ എത്ര ഹൈഡ്രജൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു നോക്കാം. ഇവിടെ ആക്ച്വലി 1 ക്ലോറോ ഡൈബൊറൈൻ 5 എന്നല്ല പറയാ, 5 ഹൈഡ്രജൻസ് ഉള്ളൂ ഈ കോമ്പൗണ്ടില്. പക്ഷെ 1 ക്ലോറോ ഡൈബൊറൈൻ 6 എന്ന് പറയും, കാരണം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഹൈഡ്രജനെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നെയിമിങ്ങിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആള് നോക്കുകയാണെങ്കിൽ 1, 2 ഡൈബൊറൈനിലെ 2 ബോറോണിലെയും ഓരോ ടെർമിനൽ ഹൈഡ്രജൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് CH3 ഗ്രൂപ്പ്സ് വന്നിരിക്കുകയാണ്. സോ ഇവിടെ എങ്ങനെ പറയും, 1, 2
1 2 മീൻസ് ഒന്നാമത്തെ ബോറോണിലും രണ്ടാമത്തെ ബോറോണിലും ഏതൊക്കെ ഗ്രൂപ്പ്സ് വന്നു? മീഥൈൽ ഗ്രൂപ്പ്സ് വന്നു. ടോട്ടൽ 2 മീഥൈൽ ഗ്രൂപ്പ്സ് ആയില്ലേ? 1 2 ഡൈമീഥൈൽ ഡൈബൊറൈൻ 6. നമ്മൾ പറഞ്ഞു ഇനിയിപ്പോ എത്ര ബോറോൺ ഹൈഡ്രജൻസിനെ റീപ്ലേസ് ചെയ്താലും ഈ പാർട്ട് ഡൈബൊറൈൻ 6 എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അത് അതിന്റെ പാരലൽ കോമ്പൗണ്ട് ആരായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഡൈബൊറൈൻ 6 ചെയ്യുന്നില്ലേ പാരന്റ് കോമ്പൗണ്ട്, അതിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്ത ആള് നോക്കുകയാണെങ്കിൽ ഓക്കെ, അടുത്ത ആളത് ഈ കോമ്പൗണ്ട് നോക്കാം. B5 പെന്റാബൊറൈൻ H9, ഇതാണ് കോമ്പൗണ്ട്. B5H9 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബ്രോമോ ഗ്രൂപ്പും വന്നു, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിനും വന്നു. ഓക്കെ, ഇങ്ങനത്തെ ബൊറൈൻസിനെ നമ്പർ ചെയ്യണതിന് ഒരു ഓർഡർ ഉണ്ട്. എന്താ വെച്ചാൽ ഈ നടുക്ക് നമ്മളെ ഈ ഒരു ബൊറൈനിന്റെ സ്ട്രക്ചറിന്റെ നടുക്ക് ഒരു ബോറോൺ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ 1 നമ്പർ ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുക 12 o'clock പൊസിഷൻ എന്നാ പറയട്ടോ. ഇവിടുന്ന് നേരെ മേലേക്ക് പോവാ. ഇവിടെ സപ്പോസ് ബൊറൈൻ ആണെങ്കിൽ ഈ ബോറോൺ ആണെങ്കിൽ ഇതിനെ നമ്മൾ നമ്പർ 2 എന്ന് പറയും. പിന്നെ ഈ സൈഡിലേക്ക് വരും. ഇവിടെ ബോറോൺ ആണെങ്കിൽ 3 4 അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്പറിങ്ങിന്റെ ഓർഡർ നോക്കുക. പക്ഷെ ഇവിടെ നമുക്ക് നടുക്ക് സെന്ററിൽ ഒരു ബോറോൺ ഉണ്ട്. അതിന് സപ്പോസ് ഞാൻ 1 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഈ ഭാഗത്തൊന്നും ബോറോൺ ഇല്ല. പിന്നുള്ളത് ആരാ? ഈ സൈഡിലാണ്. 2 3 4 5 ഇങ്ങനെയാണ് ഈ ഒരു നമ്പറിങ് വരുന്നത്. ഓക്കെ, സോ ആദ്യം സെൻട്രലിലെ ആളെ നമ്പർ ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് അങ്ങനെ ക്ലോക്ക് വൈസ് വന്നു. 2 3 അങ്ങനെ നമ്പർ ചെയ്തു. ഇവിടെ എങ്ങനെ വന്നത്? 2 ഒരു ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. 3 ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പൊ എങ്ങനെ വരിക? 2 ബ്രോമോ 3 ക്ലോറോ. പിന്നെ നമ്മൾ പാരന്റ് കോമ്പൗണ്ട് ഏതാണ്? 5 ബോറോണും 9 ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട് പെന്റാബൊറൈൻ 9. മനസ്സിലായെന്ന് വിചാരിക്കും. 2 ബ്രോമോ 3 ക്ലോറോ പെന്റാബൊറൈൻ 9. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ ഡൈബൊറൈനിലെ തന്നെ നമ്മൾ നേരത്തെ ഡൈബൊറൈൻ നോക്കി ടെർമിനൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഗ്രൂപ്പ് വന്നായിരുന്നു. ഇവിടെ ഡൈബൊറൈനിലെ ഏതിനെ റീപ്ലേസ് ചെയ്തത്? ബ്രിഡ്ജ് ഹൈഡ്രജന്. ഓക്കെ, ബ്രിഡ്ജ് ഹൈഡ്രജന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വന്നു. ബ്രിഡ്ജ് ഹൈഡ്രജൻ ബ്രിഡ്ജ് പൊസിഷൻ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്ത് മ്യൂ വെച്ചിട്ടാണ് അല്ലെ? മ്യൂ വെച്ചിട്ട്. സോ ഇവിടെ നമ്മൾ ബ്രിഡ്ജ് പൊസിഷനിലെ ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ നമ്പർ 1 2 അങ്ങനെ ഏതെങ്കിലും ഒരു ബോറോണിലെ മാത്രം ഹൈഡ്രജനെ അല്ല. സോ നമ്മളിവിടെ മ്യൂ അമിനോ. ഓക്കെ, ബ്രിഡ്ജ് പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ മാറി അമിനോ ഗ്രൂപ്പ് വന്നു. മ്യൂ അമിനോ. പിന്നെ എന്താ? ഡൈബൊറൈൻ 6 പാരന്റ് കോമ്പൗണ്ട്. മ്യൂ അമിനോ ഡൈബൊറൈൻ 6. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പറിങ് നോക്കട്ടെ. ആദ്യം ഈ ഒരു ബോറോണിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ സെൻട്രലിലുള്ള ബോറോണിനാണ് നമ്പർ 1 കൊടുക്കുക. ഇവിടെ സെൻട്രലിൽ നമ്പർ ഇല്ല. സോ നേരെ മേലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 12 o'clock പൊസിഷൻ, നേരെ മേലേക്ക് പോയിട്ട് അവിടെ ബോറോൺ ഉണ്ടോ നോക്കാം. ഇവിടെ അവിടെ ഒരു ബോറോൺ ഉണ്ട്. സോ ഈ ബോറോൺ നമ്പർ 1. ഇനി ഇങ്ങോട്ട് തിരി, ഈ ഡയറക്ഷനിൽ വരിക 2, ഈ ഡയറക്ഷനിൽ വരിക 3, പിന്നെ ഞാൻ തിരിഞ്ഞു പോവാം 4. ഓക്കെ, 1 2 3 4 ഇങ്ങനെയാണ് ബോറോണിൽ നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് ഭാഗത്താണ് നമ്മൾ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇവിടെയാണ് അല്ലെ? ഇവിടെ എന്നുവെച്ചാൽ ഇതൊരു ബ്രിഡ്ജ് പൊസിഷൻ ആണ്. ഏതൊക്കെ തമ്മിലുള്ള ഇവിടെ ഡൈബൊറൈനിൽ ആകെ 2 ബോറോൺസേ ഉള്ളൂ. സോ നമ്മൾ ഏത് തമ്മിലുള്ള ബ്രിഡ്ജ് ആണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആകെ 2 ബ്രിഡ്ജ് ഹൈഡ്രജൻസ് ഉള്ളത് ബോറോൺ 1 2 ഇടയിൽ തന്നെയാണ്. അത് നമുക്ക് ഉറപ്പാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബ്രിഡ്ജ് ഹൈഡ്രജൻസ് 4 ഉണ്ട്. ഓക്കെ, B1നും 2നും ഇടക്കൊന്നുണ്ട്. പിന്നെ ഏതൊക്കെ 2നും 3ക്കും ഇടക്കുണ്ട്, 3ക്കും 4നും ഇടക്കുണ്ട്, 4നും 1നും ഇടക്കുണ്ട്. ഇതിൽ ഏതാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോക്കണം. ഇവിടെ നമുക്കറിയാം 1നും 2ക്കും ഇടയിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഒരു NH2 ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. സോ 1 2 മ്യൂ അമിനോ. പിന്നെ ഏതാ കോമ്പൗണ്ട്? 4 ബോറോണും 10 ഹൈഡ്രജനും. 4 ബോറോൺ നമ്മൾ പറഞ്ഞു. പിന്നെ
10 ഹൈഡ്രജൻ, ടെട്രാബൊറൈൻ 10. 1,2 mu amino tetraborane 10. ഇങ്ങനെയാണ് ഇതിന്റെ നെയിമിങ് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രജൻസിന്റെ നെയിമിങ് നമ്മൾ നോക്കി. ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബൊറൈൻ നമ്മൾ പറയുന്നത് ഡൈബൊറൈൻ ആണ്. നമ്മൾ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ബൊറൈൻ ആണ് ഡൈബൊറൈൻ. സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടുള്ള ബൊറൈൻ ആണ്. അപ്പോ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം ഡൈബൊറൈന്റെ. ഓക്കെ. ഈ ബൊറൈൻസിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത പറഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട്സ് ആണ് ബൊറൈൻ എന്ന് പറയുന്നത്. സോ അത് ഈ ബൊറൈൻസ് മൊത്തത്തിൽ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് ഡൈബൊറൈൻ പ്രത്യേകിച്ച് എങ്ങനെ പറയാം, ഡൈബൊറൈന്റെ സ്ട്രക്ചർ പറയുമ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആണ്. മാത്രമല്ല അതിൽ ആരൊക്കെ ഉണ്ട്, 2 ബോറോൺസ് ഉണ്ട്, പിന്നെ 4 ടെർമിനൽ ഹൈഡ്രജൻസ് ഉണ്ട്, ആൻഡ് 2 ബ്രിഡ്ജ് ഹൈഡ്രജൻസ് ഉണ്ട്. ഓക്കെ. സോ ഡൈബൊറൈൻ is an electron deficient compound with 4 terminal hydrogens and 2 bridging hydrogens. 4 അല്ല, 2 bridging hydrogens. Okay. B2H6. ഓക്കെ. ഇതിൽ ഓരോന്നിന്റെയും ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും ഒക്കെ എത്രയാണെന്ന് നോക്കാം. ഒരു 2 ബോറോൺസിന്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.77 ആൻസ്ട്രോം ആണ്. 1.77 ആൻസ്ട്രോം. ഓക്കെ. ഇനി ഒരു BH ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര, 1.19 ആൻസ്ട്രോം. ഓക്കെ. 1.19 ആൻസ്ട്രോം. ആൻഡ് ബോറോണും ഒരു ബ്രിഡ്ജഡ് ഹൈഡ്രജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.33 ആൻസ്ട്രോം ആണ്. ഈ 3 ബോണ്ട് ലെങ്സ് ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഒന്ന് 2 ബോറോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബോണ്ട് അത് തമ്മിലുള്ള ബോണ്ട് ഇല്ലല്ലോ, അപ്പൊ ബോണ്ട് ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല. 2 ബോറോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1.77 ആൻസ്ട്രോം. 2 ബോറോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.77 ആൻസ്ട്രോം. ആൻഡ് ഒരു BH ബോണ്ട് എത്രയാണ് അതിന്റെ ലെങ്ത്, 1.19 ആൻസ്ട്രോം. ദെൻ ഒരു ബോറോണും ബ്രിഡ്ജഡ് ഹൈഡ്രജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1.33 ആൻസ്ട്രോം. ഓക്കെ. ആൻഡ് ഇതിൽ 2 ബോണ്ട് ആംഗിൾസ് കൂടെ നോക്കാനുള്ളത്. ഏതാണ്, ഒന്ന് 2 ബ്രിഡ്ജഡ് ഹൈഡ്രജൻസും ബോറോണും തമ്മിൽ ബോണ്ട് ആംഗിൾ പറഞ്ഞാൽ 97 ഡിഗ്രി ആണ്. അതുപോലെ ടെർമിനൽ ഹൈഡ്രജൻസ് 2 ബോറോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 122 ഡിഗ്രി ആണ്. ഓക്കെ. ജസ്റ്റ് ഈ ഫാക്ട്സ് പഠിച്ചു വെച്ചാൽ മതി, ഈ വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. പിന്നെ ഇതിലെ ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ട്, ഈ ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ട്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതൊരു 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അറിയാലോ, 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഈ ഒരു ലാംഗ്വിഡ് ഹിഗിൻസ് ആണ് ഈ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടിന്റെ കോൺസെപ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ബനാന ബോണ്ട് എന്ന് പറയും. ഓക്കെ. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, ബൊറൈൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന് ബേസ് ചെയ്തിട്ടുള്ള റൂളാണ് വെയ്റ്റ്സ് റൂൾ. എന്താണ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റൂള്? വെയ്റ്റ്സ് റൂൾ. വെയ്റ്റ്സ് റൂൾ ആരാണ് പ്രപ്പോസ് ചെയ്തത്? കെന്നത്ത് വെയ്ഡ് ആണ് കേട്ടോ. അങ്ങനെ 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. PSC ആകുമ്പോൾ അങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് വരും. കെന്നത്ത് വെയ്ഡ് ആണ് വെയ്റ്റ്സ് റൂൾ പ്രപ്പോസ് ചെയ്തത്. ഇത് എന്താണ് വെയ്റ്റ്സ് റൂൾ ചെയ്യുന്നത്? കോറിലേറ്റ്സ് സ്കെലിറ്റൽ സ്ട്രക്ചർ ഓഫ് ബോറോൺ ക്ലസ്റ്റേഴ്സ് വിത്ത് എ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ്. നമ്മൾ നേരത്തെ നെയിമിങ്ങിന്റെ സമയത്ത് പറഞ്ഞു, നമുക്കൊരു ബോറോണിനെ അതിന്റെ എന്ത് വെച്ചിട്ട് 2 രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നെയിം ചെയ്യാം. ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ അതിന്റെ ഇത് വെച്ചിട്ട് കെമിക്കൽ ഫോർമുല മാത്രം വെച്ചിട്ട്, ഇതിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, ഇതിന്റെ ചാർജ് എത്രയാണെന്നൊക്കെ വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്ന വെച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഈ ബോറോൺ ക്ലസ്റ്റേഴ്സ് പല രീതിയിൽ വരാം. ബൊറൈൻസ് ഓപ്പൺ സ്ട്രക്ചർ വരാം, ക്ലോസ്ഡ് വരാം. അപ്പൊ അതിൽ ഏത് സ്ട്രക്ചർ ആണ് ഈ ഒരു കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഏതാണെന്ന് നോക്കാനാണ് നമ്മൾ വെയ്റ്റ്സ് റൂൾ പറയുന്നത്. ജസ്റ്റ് അതിന്റെ ഫോർമുല കിട്ടിയാൽ തന്നെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് സംഭവം. സോ വെയ്റ്റ്സ് റൂൾ പ്രപ്പോസ് ചെയ്തത് കെന്നത്ത് വെയ്ഡ് ആണ്. ഇറ്റ് കോറിലേറ്റ്സ്
skeletal structure of boron clusters with the number of skeletal electron pairs. Okay, ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ പാർട്ട് കറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട പാർട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വെയ്റ്റ്സ് റൂൾ കോറിലേറ്റ് ചെയ്യണത്. നമുക്ക് ഒരു ഇതിന്റെ സ്ട്രക്ചർ കിട്ടിയാൽ അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുല കിട്ടിയാൽ അതിന്റെ സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതിൽ എത്രത്തോളം സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് പറയാൻ പറ്റണം. ഈ ഒരു ടാബിൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെയിമിങ് എങ്ങനെ വരിക നോക്കാം. BnHn- നമ്മൾ നേരത്തെ ബൊറൈനിന്റെ ഫോർമുല എങ്ങനെ വരച്ച് ജനറൽ ഫോർമുല BxHy എന്നാണ്. ഓക്കെ, എക്സും ഈ ബോറോണും ഹൈഡ്രജനും നമ്മൾ പ്രൊപ്പോർഷൻ എന്തും ആവാം. സപ്പോസ് ബോറോൺ എന്നും ഹൈഡ്രജൻ N-2 നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ആണ് ഉള്ളത് വെച്ചാൽ അതിന് നമ്മൾ സൂപ്പർ ക്ലോസോ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ഇവിടെ N-2 ഹൈഡ്രജൻസ് ആണ് ഉള്ളത് വെച്ചാൽ സൂപ്പർ ക്ലോസോ, N-1 ആണുള്ളത് വെച്ചാൽ ഹൈപ്പർ ക്ലോസോ. ഓക്കെ, ദെൻ N+2 ആണുള്ളത് വെച്ചാൽ ക്ലോസോ, N+4 ആണെങ്കിൽ നിഡോ, N+6 ആണെങ്കിൽ അരക്നോ, N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആണെങ്കിൽ കഞ്ചക്റ്റോ. ഓക്കെ, ഇതിൽ ഈ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ പാർട്ട്, ഈ അഞ്ചെണ്ണം ക്ലോസോ, നിഡോ, അരക്നോ, ഹൈപ്പോ ആൻഡ് കഞ്ചക്റ്റോ. ഓക്കെ, ക്ലോസോ എന്താണ്? BnHn+2 ആയിരിക്കും ക്ലോസോന്റെ ഫോർമുല. Hn+2 ഇത് നോക്കിയത് എല്ലാത്തിലും ബോറോൺ N നമ്പർ ആണ്. H ഇനി എങ്ങനെ വരുന്നത് നോക്കുക. N+2, N+4 ആണെങ്കിൽ നിഡോ, Hn+6 ആണെങ്കിൽ അരക്നോ, N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആണെങ്കിൽ കഞ്ചക്റ്റോ. ജസ്റ്റ് നമ്മൾ ആൽക്കേന്റെ കെമിക്കൽ ഫോർമുല പറയില്ലേ, CnH2n+2 എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇതിവിടെ ഫോർമുല പറഞ്ഞത് ബൊറൈനിന്റെ. ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇവിടെ ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. Hn+2 ആണെങ്കിൽ ക്ലോസോ, N+4 ആണെങ്കിൽ നിഡോ, N+6 ആണെങ്കിൽ അരക്നോ, N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആണെങ്കിൽ കഞ്ചക്റ്റോ. ഓക്കെ, ഇങ്ങനെ നെയിം ചെയ്യാൻ ചോദിക്കും. നമുക്ക് ഒരു ബൊറൈന്റെ സ്ട്രക്ചർ വന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിൽ പെടും, ഇതിന്റെ ഏത് സ്ട്രക്ചർ ആണ് ഇതിനുള്ളതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ക്ലോസോ, നിഡോ, അരക്നോ നമ്മൾ എത്രയാണ് ഈ ഒരു പ്രൊപ്പോർഷൻ നോക്കിയിട്ട് നെയിം ചെയ്യണം. മാത്രമല്ല ഈ ഒരു കോമ്പൗണ്ടിൽ ഇത് തന്നിട്ട് ഇതിലെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ക്ലോസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ Hn+2 ആണ്. സോ അതിൽ നമ്പർ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് N+1 ആയിരിക്കും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് B2H6 നമ്മൾ പറഞ്ഞില്ലേ. എങ്ങനെ നോക്കാം? B2H6 നമുക്ക് നോക്കാം. B2H6 Bn എന്ന് പറയുന്നത് 2 ആണല്ലേ, Bn. സോ 6 ഹൈഡ്രജൻസ് ആണുള്ളത്. എത്ര വന്നത്? 2+4 ആണ് ഹൈഡ്രജൻ. സോ ഇവിടെ BnHn+4 എന്നാണ് വന്നത്. 2+4 ആണ് 6. BnHn+4. സോ ഡൈബൊറൈൻ ആണെങ്കിൽ അത് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടും? BnHn+4. ഓക്കെ, സോ ഡൈബൊറൈൻ നിഡോ കാറ്റഗറിയിലാണ്, നിഡോ സ്ട്രക്ചർ ആണ് ഇത് വരിക. ഇനി ഡൈബൊറൈനിൽ എത്ര നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് ചോദിക്കാം ക്വസ്റ്റ്യൻ. ഡൈബൊറൈനിലെ N എത്രയാണ്? 2. നിഡോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ആണ് N+2. ഓക്കെ, സോ ഡൈബൊറൈനിൽ എത്ര ഉണ്ടാവും? 2+2 4 നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. BnHn-2 ആണെങ്കിൽ സൂപ്പർ ക്ലോസോ, N-1 ആണെങ്കിൽ ഹൈപ്പർ ക്ലോസോ, N+2 ആണെങ്കിൽ ക്ലോസോ, N+4 ആണെങ്കിൽ നിഡോ, ക്ലോസോ നിഡോ, then N+6 ആണെങ്കിൽ അരക്നോ, N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആണെങ്കിൽ കഞ്ചക്റ്റോ. ഓക്കെ, മനസ്സിലാവുണ്ട് വിചാരിക്കണം. ക്ലോസോയില് Hn+2 ആണ് വന്നത്. ക്ലോസോന്റെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണ് വന്നത്? N+1 ആണ്. ഓക്കെ, ദെൻ നിഡോയില് Hn+4 ആണ് വന്നത്. നിഡോന്റെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണ് വന്നത്? N+2 ആണ്. അരക്നോയില് Hn+6 ആണ് വന്നത്. അരക്നോന്റെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണ് വന്നത്? N+3 ആണ്. എപ്പോഴും ഇവിടെ Hn+2 ആണെങ്കിൽ ഇവിടെ 2 അല്ലേ, സോ ഇവിടെ 1.
ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 2, ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ 3, അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് അങ്ങനെ. ഹൈപ്പോ ആകുമ്പോൾ ഇവിടെ HN+8 ആണ്. സോ 8ന്റെ ഹാഫ് എത്ര ഇവിടെ വരിക? N+4 നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ആണ് ഉണ്ടാവുക. കൺജക്റ്റീവ് ആകുമ്പോൾ HN+8 10 ആണ് വരിക. സോ ഇവിടെ N+5 നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ആണ് ഉണ്ടാവും. മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ N+1, N+2, N+3, N+4 ഇതൊക്കെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ആണ്. ഓക്കെ, ഒരു പെയറിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. സപ്പോസ് ഈ കോമ്പൗണ്ടിലെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിക്കുക വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺസ്? 2 × N+1. ഇവിടെ 2 × N+2. മനസ്സിലായോ? ഒരു പെയറിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇലക്ട്രോൺ പെയർസ് ചോദിക്കുകയാണെങ്കിൽ ഇത് വരും. ഇലക്ട്രോൺസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതണം. മനസ്സിലായി വിചാരിക്കുന്നു. 2 × N+3, 2 × N+4, 2 × N+5. ഇങ്ങനെയാണ് എന്ത് വരിക? നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺസ് വരിക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ക്ലോസോ, നിഡോ, അരക്നോ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പറയാൻ വരുന്നത്? ഇതിന് ക്ലോസ്ഡ് ആണോ ഓപ്പൺ സ്ട്രക്ചർ ആണോ അതൊക്കെ പറയാനാണ് വരുന്നത്. ക്ലോസോ എന്താണ്? ക്ലോസോ ഗ്രീക്കിൽ നിന്ന് ഇവോൾവ് ചെയ്ത വേർഡാണ് ക്ലോസോ. ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് ആണ് കേജ്. ഓക്കെ, കേജ് എന്നാണ് ക്ലോസോന്റെ മീനിങ്. ക്ലോസ് ആണ് ഏറ്റവും സിമെട്രിക് ആയ ഫോം. മോസ്റ്റ് സിമെട്രിക് സ്ട്രക്ചർ ഏതാണ്? ക്ലോസോ ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആൻഡ് ക്ലോസോ ഗ്രീക്കിൽ നിന്ന് വന്ന വേർഡാണ്. അതിന്റെ പേരാണ്, അതിന്റെ മീനിങ് കേജ് എന്നാണ്. ക്ലോസോ കേജ്. ഓക്കെ, ദെൻ നിഡോ. നിഡോയും ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്ന് ആൻഡ് അതിന്റെ മീനിങ് ആണ് നെസ്റ്റ്. ഓക്കെ, ഈ ക്ലോസോയില് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത ക്ലോസോന്റെ കുറച്ചൊരു ഓപ്പൺ ഫോം ആണ് ഇത് നിഡോ എന്ന് പറയുന്നത്. ക്ലോസോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് വരിക. നിഡോ ക്ലോസോന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഫോമാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഈ എല്ലാതും ഗ്രീക്ക് എന്നാണ് വന്നത് ഈ വേർഡ്സ് ഒക്കെ. നിഡോന്റെ മീനിങ് ആണ് നെസ്റ്റ്. നെക്സ്റ്റ് അരക്നോ. അരക്നോയും ഗ്രീക്ക് വേർഡാണ്. ദെൻ സ്പൈഡർ വെബ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ 2 വേർട്ടീസസ് റിമൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 വേർട്ടീസസ് മിസ്സിംഗ് ആണ്. ദെൻ ഹൈപ്പോ. ഹൈപ്പോയും ഗ്രീക്ക് വേർഡാണ്. നെറ്റ് ലൈക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഇതൊരു ഓപ്പൺ ക്ലസ്റ്റർ ആണ്. ദെൻ കൺജക്റ്റോ. കൺജക്റ്റോ ലാറ്റിൻ ആണ് കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാതും ഗ്രീക്ക് ആണ്. കൺജക്റ്റോ മാത്രം ലാറ്റിൻ ആണ്. കൺജക്റ്റോന്റെ മീനിങ് എന്ന് പറയുന്നത് ജോയിൻ ടുഗെദർ എന്നാണ്. കൺജക്റ്റർ ശരിക്കും ഒരു സ്ട്രക്ചർ അല്ല, മറിച്ച് ഈ മേലെ പറഞ്ഞ സ്ട്രക്ചേഴ്സിൽ ഏതെങ്കിലുമൊക്കെ 2-3 ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? കൺജക്റ്റോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കൺജക്റ്ററിന്റെ മീനിങ് ജോയിൻ ടുഗെദർ എന്നാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ഓഫ് ദി എബോ സ്ട്രക്ചേഴ്സ്. ക്ലോസോ, നിഡോ, അരഗ്നോ, ഹൈപ്പോ അങ്ങനെ ഏതെങ്കിലും 2-3 സ്ട്രക്ചേഴ്സ് കൂടിയിട്ടുണ്ടാവുന്ന ഒരു ഫോമിനെയാണ് കൺജക്റ്റോ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ B5H9 അല്ലെ? B5H9 ഇവിടെ N എത്രയാണ്? N is equal to N is equal to 5. 5 പ്ലസ് എത്രയാണ് വരിക? N is equal to 5. സോ H എത്ര? 5 പ്ലസ് 4 ആണ് 9 അല്ലേ? സോ H N+4. നമ്മളെങ്ങനെ പറഞ്ഞ? H N+2 ആണെങ്കിൽ ക്ലോസോ, N+4 ആണെങ്കിൽ നിഡോ, N+6 ആണെങ്കിൽ അരക്നോ, ആൻഡ് N+8 ആണെങ്കിൽ ആരോ വന്നേ? കൺജക്റ്റോ. ഒന്ന് നോക്കണോ? സോറി, ഹൈപ്പോ. N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആണെങ്കിൽ കൺജക്റ്റോ. ഓക്കെ, N+8 ആണെങ്കിൽ ഹൈപ്പോ, N+10 ആവുമ്പോൾ കൺജക്റ്റോ. ഇവിടെ എങ്ങനെ വന്നത്? N+4 ആണ്.
അപ്പൊ N+4 ആകുമ്പോൾ ഏതായിരിക്കും? B4H9 നിഡോ ആണ്, നിഡോ. ഇനി B2H6 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ N is equal to 2. So BNH2 plus എത്ര ഉണ്ട്? 6. HN+4 ആണ് വരിക. സോ ഇതും നിഡോ ആണ്. ഓക്കെ, N+4. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് നേരത്തെ തന്ന കോമ്പൗണ്ട് നമ്മൾ B2H6 നോക്കിയല്ലോ. B5H9 നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിക്കുക. സ്കെലിറ്റൽ ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം B5H9 ഏത് സ്ട്രക്ചർ ആണുള്ളത് നോക്കണം അല്ലെ. B5H9 നമ്മൾ പറഞ്ഞു നിഡോ സ്ട്രക്ചർ ആണ് വന്നത്. കാരണം എന്താ? BNHN+4 ആണ്. ഓക്കെ, നിഡോയുടെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്ര ആയിരിക്കും? ഇലക്ട്രോൺ പെയർസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ N+4 ആണെങ്കിൽ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഇസ് ഈക്വൽ ടു N+2 ആയിരിക്കും. ഇവിടെ N5 ആണ്. സോ 5 + 2 is equal to 7. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺസ് എത്ര ആയിരിക്കും? 7 × 2 is equal to 40. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി B5H8- ഇങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് വരുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുക നോക്കാം. B5H8- ഇതിനെങ്ങനെയാ ന്യൂട്രലൈസ് ചെയ്യുക? ഒന്നെങ്കിൽ ഒരു H+ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ H+ ആഡ് ചെയ്യാം. അങ്ങനെയാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. ഇവിടെ മൈനസ് ചാർജ് ആയതുകൊണ്ട് നമുക്ക് H+ ആഡ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഇത് B5H9 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു H+ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റുക. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര H+ അതിലേക്ക് ആഡ് ചെയ്യാം. സോ ഇവിടെ B5H9 എന്ന് വന്നു. നമ്മൾ നേരത്തെ നോക്കിയതാണ് B5H9 ഏതാണ്? നിഡോ ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ B5H9 അതേപോലെ തന്നെയാണ് B5H8- വരുന്നത്. B5H9 ഒരു H+ റിമൂവ് ആയി പോയ സ്ട്രക്ചർ ആണ്. സോ അതിന്റെ സ്ട്രക്ചർ സെയിം ആണ് വരിക. ഇനി B9H15. B9H15 9+ എത്രയാണ് 15 വരുന്നത്? 9+6 ആണ് അല്ലെ. സോ BNH10+6 എത്രയാണ്? N+2 ആണ്. ക്ലോസോ N+4 ആണെങ്കിൽ നിഡോ, N+6 ആണെങ്കിൽ അരക്നോ ആണ് സ്ട്രക്ചർ വരിക. ആൻഡ് ഇതിലെ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്ര ആയിരിക്കും? N+ ഇവിടെ 6 ആയതുകൊണ്ട് N+3 ഇലക്ട്രോൺ പെയർസ് ആണ് വരിക. സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് കേട്ടോ. N 9 ആണ്. 9 + 3 = എത്ര വരിക? 12 ഇലക്ട്രോൺ പെയർസ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 12 × 2 = 24 സ്കെലിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി B7H7-. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അത്രയും എണ്ണം എന്ത് കൊടുക്കുക? H+ കൊടുക്കുക. സോ ഇവിടെ B7H7- പ്ലസ് H+. എങ്ങനെ വരിക? B7H8. ഓക്കെ, ഇനി ഇതിന്റെ നോക്കിയാൽ മതി. B7H8 ഇവിടെ H8 അല്ല കേട്ടോ, ഞാൻ എഴുതിയത് തെറ്റിപ്പോയത്. ഓക്കെ, ഇത് ഞാൻ പിന്നീട് പറഞ്ഞു. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന കാര്യമാണ്. ക്ലോസോബൊറൈൻ ഹാവ് മോർ തെർമൽ സ്റ്റെബിലിറ്റി. നമ്മളിപ്പോ ഏറ്റവും സിമെട്രിക് ആയ ഫോം ഏതാണെന്ന് പഠിച്ചല്ലോ. ഏതാണ്? ക്ലോസോബൊറൈൻ ആണ്. ക്ലോസോഫോം ആണ് ഏറ്റവും സിമെട്രിക്. അതുപോലെ തന്നെ ക്ലോസോബൊറൈൻ ആണ് ഏറ്റവും തെർമൽ സ്റ്റെബിലിറ്റി ഉള്ളത്. നമുക്ക് കുറച്ച് അധികം ബൊറൈൻസ് തന്നിട്ട് കുറെ എണ്ണത്തിന് ഫോർമുല തന്നു, എന്നിട്ട് പറഞ്ഞു വിച്ച് വൺ ഹാസ് ദി മോസ്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഓരോന്നും ഏതാണ് സ്ട്രക്ചർ ഉള്ളത് നോക്കണം. ക്ലോസോ ആണോ, നിഡോ ആണോ, അരഗ്നോ ആണോ? അതിൽ ക്ലോസോക്ക് ആയിരിക്കും ഏറ്റവും തെർമൽ സ്റ്റെബിലിറ്റി കൂടുക. ഓക്കെ, സോ തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയാണ്? ക്ലോസോ, നിഡോ, അരഗ്നോ, ഹൈപ്പോ, കൺജക്റ്റോ. ഓക്കെ, അതാണ്
തെർമൽ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ഏറ്റവും തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ആള് ക്ലോസോ ആണ്, പിന്നെ നിഡോ ആണ്, പിന്നെ അരഗ്നോ ആണ്, പിന്നെ ഹൈപ്പോ, പിന്നെ കൺജക്റ്റോ. ഓക്കെ, സോ ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിന്നുള്ള ഓരോ കോമ്പൗണ്ട്സ് ഓരോ ഫോർമുല തന്നാല് അതിൽ നിന്ന് ഏറ്റവും തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ആരാണ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. തെർമൽ സ്റ്റെബിലിറ്റി ക്ലോസോ ഗ്രേറ്റർ ദാൻ നിഡോ ഗ്രേറ്റർ ദാൻ അരഗ്നോ ഗ്രേറ്റർ ദാൻ ഹൈപ്പോ ഗ്രേറ്റർ ദാൻ കൺജക്റ്റോ. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി ആണ്. ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ക്ലസ്റ്റർ. നമുക്ക് ഇങ്ങനെ കുറെ ക്ലസ്റ്റേഴ്സ് വന്നിട്ട് ചോദിക്കും ഇതിൽ ഏറ്റവും ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി കൂടിയ ആൾ ആരാണെന്ന് ചോദിക്കും. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലോസ് ആണോ നിഡോ ആണോ അരഗ്നോ ആണോ ഇതൊന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ അല്ല. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലസ്റ്ററിന്റെ സൈസ് മാത്രമാണ്. സോ സപ്പോസ് ബി നമ്മൾ മേലെ തന്ന എക്സാമ്പിൾസ് തന്നെ നോക്കാം കേട്ടോ. ഇവിടുത്തെ എക്സാമ്പിൾസ് തന്നെ നോക്കാം. ഇവിടെ B7H7- ഉണ്ട്, B9H15 ഉണ്ട്, B5H8 ഉണ്ട്, B2H6 ഉണ്ട്, B5H9 ഉണ്ട്. ഓക്കെ, ഇതിലപ്പോ ആർക്കായിരിക്കും ഏറ്റവും ബ്രോൺസ്റ്റഡ് അസിഡിറ്റി കൂടുക? ക്ലോസ് ആണോ നിഡോ ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ക്ലസ്റ്റർ ആണ് ആരാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബോറോൺ ഹൈഡ്രജൻ ഉള്ള ആളാരാണ് നോക്കുക. ഏറ്റവും കൂടുതൽ ബോറോൺ ഉള്ളത് ഇവിടെ B9H15 സോ ഇതായിരിക്കും എന്ത് ഏറ്റവും ബ്രോൺസ്റ്റഡ് അസിഡിറ്റി ഉള്ള കോമ്പൗണ്ട്. ഓക്കെ, ലീസ്റ്റ് ബ്രോൺസ്റ്റഡ് ആസിഡിറ്റി ഉള്ള ആരായിരിക്കും? നിഡോ ആയിരിക്കും. കാരണം എന്താ, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആള് സോറി B2H6 ആയിരിക്കും, ഏറ്റവും ചെറിയ ആളല്ലേ, അതുകൊണ്ട്. ഇനി ഹെറ്ററോബോറൈറ്റ്സ് ആണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.